വന്ദനായ കുര്യാക്കോസ് അച്ഛൻ, വന്ദനായ വിമലച്ചൻ, പ്രിയപ്പെട്ട ശമാശന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വന്നിറങ്ങിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, മഹാനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അന്തരിച്ചപ്പോൾ മാധ്യമലോകം ഇപ്രകാരം എഴുതി വച്ചു: നീതിയുടെ സൂര്യൻ അസ്തമിച്ചു. മദർ തെരേസ ഈ ജീവിതം വിട്ട് മടങ്ങിയപ്പോൾ പത്രങ്ങൾ കുറിച്ചു: അമ്മ മരിച്ചു, ലോകം കരഞ്ഞു. വ്യക്തികളുടെ, മഹാന്മാരുടെ മരണം, ജീവിതാവസാനം വിവരിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അനന്യത, വ്യത്യസ്തത എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്? വിവരിക്കാനായിട്ടും മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അപഗ്രഥിക്കാനായിട്ടും സാധിക്കുന്ന ഒന്നാണോ യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് മരണം, ഉത്ഥാനം? പ്രൊമിയോനുകളിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട്: രക്ഷാകരവും ജീവദായകവുമായ ക്രൂശ് മരണം അല്ലെങ്കിൽ പീഡാനുഭവം സമാധാനത്തോടെ വരിക. വിവരണാതീതമായ ബുദ്ധിതലങ്ങൾക്ക് അപ്പുറമായിട്ട് നടന്നിട്ടുള്ള യാഥാർത്ഥ്യത്തെ യാമപ്രാർത്ഥനകളിലൂടെ, കുമ്പിടിയിലൂടെ, ധ്യാനങ്ങളിലൂടെ, വചന അനുഭവത്തിലൂടെ സ്വീകരിക്കുമ്പോൾ എൻ്റെ ദൗത്യം ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കൂ. എന്താണ് കർത്താവിൻ്റെ ക്രൂശ് മരണം? നമ്മുടെ കടങ്ങളും പാപങ്ങളും ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ജീവൻ അർപ്പിച്ച് തുറന്നു തന്ന ഒരു ജീവനുള്ള യാഥാർത്ഥ്യമല്ലേ ക്രൂശ് മരണം? ഒരിക്കലായി യേശുതമ്പുരാൻ പ്രാണൻ വെടിഞ്ഞ് ജീവൻ നൽകുമ്പോൾ കാൽവറി ഒരു വലിയ ആത്മീയ പാഠം നമുക്കായിട്ട് നൽകുന്നുണ്ട്. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ വിട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അവിടെ ഒരു വാസസ്ഥലം ഞാൻ നിനക്കായിട്ട് ഒരുക്കുകയാണ് ഈ ക്രൂശ് മരണത്തിലൂടെ. നിത്യ സൗഭാഗ്യത്തിന്, സ്വർഗരാജ്യത്തിന് എന്നെയും നിങ്ങളെയൊക്കെയും അവകാശികളാക്കി മാറ്റിയിട്ടുള്ളത് ഈ ക്രൂശ് മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെയാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ ഒരു സൃഷ്ടിക്ക് ലഭിച്ചിരിക്കുന്ന അവകാശവും അനുവാദവും സ്വാതന്ത്ര്യവും ഇത് തന്നെയാണ്. സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനായിട്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിത്യമായ ഉണ്മയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള ആ നിത്യാനന്ദം, ആ യാഥാർത്ഥ്യം പൂർണ്ണമായിട്ട്, പക്വമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് ഈ ഒരാഴ്ച വട്ടക്കാലത്തിലൂടെ നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ രക്ഷാകരമായ പദ്ധതിയിൽ സഭയിൽ ഞാനും കൂടെ ഉൾപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് എനിക്കായിട്ട് ഈ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു. ക്രൂശ് മരണത്തിലൂടെ രക്ഷയുടെ അവകാശിയാക്കി എന്നെ മാറ്റി. ഈ വഴിയിൽ യാത്ര ചെയ്താൽ നിത്യമായ വാസസ്ഥലം നിനക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഈ രക്ഷാകരമായ പദ്ധതിയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ എൻ്റെ ദൗത്യം ഞാൻ വിസ്മരിക്കുന്നുണ്ടോ? ഇനി ക്രൂശിതനിലേക്ക് എനിക്ക് എത്ര ദൂരം നടന്നെടുക്കാനായിട്ടുണ്ട്? ക്രൂശിതൻ കാണിച്ചു തന്ന ഈ രക്ഷാകരമായ പദ്ധതി പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ദൗത്യം, എൻ്റെ വിശാലതയിൽ അന്വർത്ഥമാക്കുവാനായിട്ട് ഈ ജീവിതം എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഒന്ന് വിട്ടുകൊടുത്തുകൂടാ?
എന്ന് പറഞ്ഞാൽ ക്രിസ്തു പാപികളെ രക്ഷിച്ച് പാപികൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചുവെങ്കിൽ അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ, ആദായപ്പെടുത്തുവാൻ എന്തുകൊണ്ട് ഈ രക്ഷാകരമായ പദ്ധതിയുടെ പശ്ചാത്തലത്തിങ്കൽ ഒന്ന് ശ്രമിച്ചുകൂടാ? അതിനായിട്ടല്ലേ നമ്മളെ മെനയുന്നത്, ആയതിനായിട്ടല്ലേ നമ്മളെ ഒരുക്കുന്നത് ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലാസർ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ ലാസറിനെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. ലാസർ മരിച്ചതും സഹോദരിമാർ സങ്കടപ്പെട്ടതും യേശുക്രിസ്തു ലാസറിന്റെ ഭവനത്തിങ്കൽ കല്ലറയ്ക്കൽ പോയി കണ്ണുനീർ വാർത്തതും യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചതുമെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ലാസർ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എന്ത് ചെയ്തു? അതെന്നോടുള്ള ഒരു വേദ ഉപദേശമായി തീരുവോ? ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ഒരു മുന്നാസ്വാദനമായി ഈ ലാസറിന്റെ സംഭവത്തെ കൈക്കൊള്ളാനായിട്ട് കഴിയുമ്പോൾ ലാസർ പിന്നീട് ചെയ്തത് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു. ക്രിസ്തുവിന് വേണ്ടി അനേക യഹൂദന്മാരെ മനസ്സാന്തരപ്പെടുത്തി. അതുകൊണ്ട് ലാസറിനെയും യേശുക്രിസ്തുവിനെ പോലെ കൊല്ലണമെന്ന് യഹൂദന്മാർ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഇത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്? കഷ്ടതയിലും വേദനയുടെ പാരമ്യതയിലും കടന്നുകൊണ്ട് സുവിശേഷീകരണത്തിലൂടെ പൗലോസ് അപ്പോസ്തലനും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. 2 കൊരിന്ത്യർ 2:15 നിങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. വീണ്ടും 2 കൊരിന്ത്യർ 3:2 നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാണ്. വീണ്ടും 2 കൊരിന്ത്യർ 5:20 നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. എന്ന് പറഞ്ഞാൽ ഈ രക്ഷാകരമായ പദ്ധതിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജനത്തെ എപ്രകാരം ക്രിസ്തു ക്രൂശ് മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ വീണ്ടെടുത്തുവോ, ആ മഹനീയമായ ദൗത്യം ഈ ജീവിതം വഴിയായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. കർത്താവേ, ഒരു വ്യക്തി പോലും എൻ്റെ മുമ്പിൽ നശിക്കുന്നത് കാണാൻ അവിടുന്ന് അനുവദിക്കരുതേ. ക്രൂശിതനിലേക്കുള്ള ദൂരം ദൂരീകരിച്ചുകൊണ്ട് ക്രൂശിൻ ചുവട്ടിലേക്ക് നടന്നെടുത്ത് ഈ ഒരു ലക്ഷ്യത്തെ ഏറ്റെടുക്കാനായിട്ട് എല്ലാവർക്കും സാധ്യമായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് ഓർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാനായി വചനത്തിൻ്റെ ചുരുൾ ഇതാ നിവർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. അതിലെ ചില വാക്യങ്ങൾ മാത്രം വായിക്കും. 13-ാമത്തെ വാക്യം: യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നുവെന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ്, യു ആർ ദ സൺ ഓഫ് ഗോഡ്. 16-ാമത്തെ വാക്യത്തിൽ നീ ദൈവത്തിൻ്റെ ജീവനുള്ള പുത്രനാണ്. 21-ാമത്തെ വാക്യം: അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. 22-ാമത്തെ വാക്യം: പത്രോസ് യേശുവിനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ. യേശു തമ്പുരാൻ പത്രോസിനോട്, സാത്താനെ, എൻ്റെ പിന്നിൽ നിന്ന് പോകുക. 24-ാമത്തെ വാക്യം: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ എന്ത് മറുവില കൊടുക്കും? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം
ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള തിരുവചനത്തിലെ ഒരു ഹൃദ്യമായ വേദഭാഗമാണ്. ഇവിടെ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയത്ത് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് പറഞ്ഞു, യു ആർ ദ സൺ ഓഫ് ഗോഡ്, യു ആർ ദ ലിവിങ് സൺ ഓഫ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. പത്രോസിൻ്റെ ഒരു ഉയർന്ന വിശ്വാസ പ്രഖ്യാപനം. എന്നാൽ അതിനടുത്ത പടിയിൽ കാണുന്നത്, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുതേ. ക്രൂശ് മരണം, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളാൽ ഏൽപ്പിക്കപ്പെടാനായിട്ട് പോകുന്നു. അവർ അവനെ ക്രൂശിന്മേൽ തറയ്ക്കും, മനുഷ്യപുത്രൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ, കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുതേ. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും പത്രോസിൻ്റെ നിസ്സഹായ അവസ്ഥയും. ഒന്നാമത്തെ ഭാഗം ഇതാണ്. രണ്ടാമത്തെ ഭാഗം ഈ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന ഏറ്റവും ശക്തമായ ഒരു ബോധ്യം, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം. പക്ഷെ ഇവിടെ നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, നിർബന്ധങ്ങളൊന്നുമില്ല, ശാഠ്യമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, അവസാനം ചോദിക്കുകയാണ്, ജീവിതം എങ്ങനെ മറുവിലയായിട്ട്, ഇതിനു മുമ്പിൽ എന്ത് മറുവില കൊടുക്കും? ക്രൂശിൻ്റെ 2 വിളികള്. അവസാനം ഈ ജീവിതം വഴിയായി എന്ത് മറുവില കൊടുക്കാനായിട്ട് കഴിയും? ക്രൂശ് തരുന്ന ഒന്നാമത്തെ വിളി, എ കോൾ ടു അക്നോളജ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കാനായിട്ടുള്ള വിളിയാണ്. പത്രോസ് ആദ്യമേ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ്. ഒരുപക്ഷെ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ അഭൂമീകരിച്ചിട്ടുള്ള അഗ്നി പരീക്ഷണവും ഇത് തന്നെയാണ്. ദുരാത്മാവ് സാത്താൻ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ വന്ന് പറയുന്നുണ്ട്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, കമാൻഡ് ദീസ് സ്റ്റോൺസ് ബിക്കം ലോവ്സ് ഓഫ് ബ്രെഡ്. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലെല്ലാം അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ ക്രൂശിന്മേൽ ബലിയായി തീരുന്ന സമയത്ത് ഇടതുഭാഗത്തെ കള്ളൻ ഇത് തന്നെ ചോദിക്കുന്നു, എന്ത്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, കം ഡൗൺ ഫ്രം ദ ക്രോസ്. നീ ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ തെളിയിക്കപ്പെടേണ്ടത്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വേല, എൻ്റെ ശുശ്രൂഷ. അങ്ങനെയെങ്കിൽ ഈ ദൈവപുത്രൻ എന്ന് തെളിയിക്കപ്പെടണം. മാത്രമല്ല അതിനോടുകൂടി തന്നെ എല്ലാവരെയും ഉയർത്തണം, എല്ലാവരെയും പിതാവാം ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കണം. പത്രോസ് ഇത് തന്നെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുദമ്പുരാൻ. എന്താണ് പത്രോസും വലതുഭാഗത്തെ കള്ളനും യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിൽ കണ്ട
ചില മാതൃകകള്, സൂചനകള്. പത്രോസും വലതുഭാഗത്തെ കള്ളനും എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ അനുഭവിച്ചറിഞ്ഞത്? എന്താണ് ഈ കർത്തൃത്വത്തിന്റെ പ്രത്യേകത, അനന്യത? ഒന്ന്, അവകാശപ്പെട്ടതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി വിട്ടുകൊടുക്കുന്നതാണ് ഈ കർത്തൃത്വത്തിന്റെ ഒന്നാമത്തെ ഒരു ലക്ഷണം. എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ ഉണ്മയോടുകൂടി ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ച് ദരിദ്ര ലോകത്തിൽ ഒരു ദരിദ്രനായിട്ട് സുവിശേഷം അറിയിച്ച് ദരിദ്രനായിട്ട് മരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എന്നിൽ അവകാശപ്പെട്ടത് ദൈവസ്നേഹത്തെ പ്രതി ദൈവപുത്രൻ എന്ന അവകാശം എൻ്റെ പിതാവാം ദൈവത്തെ പ്രതി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. കർത്തൃത്വത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമായി വലതുഭാഗത്തെ കള്ളൻ ഇതാണ് കണ്ടത്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. വീണ്ടും ശക്തമായിട്ട് ഈ വലതുഭാഗത്തെ കള്ളൻ കർത്തൃത്വത്തിന്റെ ലക്ഷണമായിട്ട് കണ്ടത് മരണവേദന അനുഭവിക്കുമ്പോഴും കുരിശിൽ കിടന്ന് പിടയുമ്പോഴും ഒരാളെയും കൂടി രക്ഷിക്കാനായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു സമർപ്പണം. കർത്തൃത്വത്തിന്റെ ലക്ഷണമായി, പ്രിയമുള്ളവരെ, വലതുഭാഗത്തെ കള്ളൻ തിരിച്ചറിയുകയാണ്. കുരിശിൽ കിടന്ന് മരിക്കുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും എല്ലാം സഹിച്ച് പ്രാണാർപ്പണം ചെയ്യപ്പെടുമ്പോഴും ഇതാ ഒരാളെ കൂടി പർദീസയുടെ അവകാശിയാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ച പുത്രൻ തമ്പുരാന്റെ കർത്തൃത്വത്തിന്റെ ലക്ഷണം അതിന്ന് ശക്തമല്ലേ? എങ്ങനെ? കർത്താവേ, ഉയർപ്പ് തിരുനാളിന്റെ അന്ന് ഞങ്ങളും സാക്ഷിക്കുന്നുണ്ട്, ദൈവപുത്രൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റു. ശതാധിപൻ അവസാനം പറഞ്ഞത് ഇത് തന്നെയാണ്, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ഓരോ ക്രൂശ് മരണവും വിളിച്ചറിയിക്കുന്നു. ഓരോ ക്രൂശും വെല്ലുവിളി പോലെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതാന്തരംഗത്തിലേക്ക് മന്ത്രിക്കുന്നു. എന്ത്? ദൈവപുത്രൻ നിനക്ക് തന്നിട്ടുള്ള ജീവിതയോധനത്തിലെ നല്ല അനുഭവങ്ങളും നന്മകളും നീ ഏറ്റെടുത്തുകൊണ്ട് പുത്രൻ തമ്പുരാന്റെ രക്ഷാകരമായ അനുഭവത്തിൽ ഞാൻ ജീവിക്കുന്നു. ഒരു നാൾ എന്നെ ന്യായവിധിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ വലതുഭാഗത്തിരിപ്പാനായിട്ടുള്ള യോഗ്യത കൂടി അവൻ എനിക്ക് നൽകുവാൻ പിതാവാൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്കായിട്ട് പക്ഷപാതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? ജീവിതത്തിന്റെ നിസ്സഹായ അവസ്ഥകളെ തിരിച്ചറിയണം. ഇടതുഭാഗത്തെ കള്ളൻ എന്താണ് ആഗ്രഹിച്ചത്? നീ ദൈവപുത്രൻ എന്ന് തെളിയിക്കണം, കുരിശിൽ നിന്ന് ഇറങ്ങി വരണം. വലതുഭാഗത്തെ കള്ളൻ തൻ്റെ നിസ്സഹായ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുന്നത് ഈ കഷ്ടാനുഭവിച്ച ദിവസങ്ങളിലൂടെ ആയിരിക്കണം. ഞാനൊന്നുമില്ല, ഞാൻ ഏതുമില്ല, ഞാൻ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. 1 കൊരിന്ത്യർ 4:7 വായിക്കുന്നില്ലേ, ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? 1 ദിനവൃത്താന്തം 29:12 വായിക്കുന്നുണ്ട്, ഐശ്വര്യവും ധനവും നിങ്കൽ നിന്ന് വരുന്നു. 1 ദിനവൃത്താന്തം 29:14 വായിക്കുന്നുണ്ട്, നിങ്കൽ നിന്ന് വാങ്ങി ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതേ ഉള്ളൂ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിനോട് ചൊല്ലി, ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഈ ലോകത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഒന്നും കൊണ്ടുപോകുന്നുമില്ല. സഭാപ്രസംഗിയിൽ 5:19 വായിക്കുന്നുണ്ട്, ദൈവം ധനവും ഐശ്വര്യവും തന്ന് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിച്ച് ജീവിക്കുവാൻ മനുഷ്യന് അധികാരം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ലൈഫ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ദാനമാണ് ഈ ജീവിതം. ദൈവം തന്നിട്ടുള്ള ദാനമാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിന്റെ നിസ്സഹായ അവസ്ഥ തിരിച്ചറിയും. മാധ്യമ ലോകം എപ്പോഴും നമ്മളോട് അവകാശത്തോടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നീ ഒരു മഹാനാണ്, നീ എല്ലാം വെട്ടിപ്പിടിച്ചു,
നീ എല്ലാം സമ്പാദിച്ചു, നീ വിദ്യാഭ്യാസത്തിൽ സമ്പന്നനാണ്, കുലമഹിമയുള്ളവനാണ്, നിന്റെ കുഞ്ഞുങ്ങൾ പഠിച്ച് ഉയർന്നിരിക്കുന്നു. ഇതെല്ലാം ഒരുപക്ഷെ ലോകം നിനക്ക് സമ്മാനിക്കുന്നതായിട്ടുള്ള നല്ല നല്ല വിവരണങ്ങളാണ്. എന്നാൽ ക്രൂശിനരികെ കടന്നു ചെല്ലുമ്പോൾ, ക്രൂശിതനെ നോക്കുമ്പോൾ, ദൈവപുത്രൻ എനിക്കായിട്ട് രക്ഷ ഒരുക്കി എന്ന് ചിന്തിക്കുമ്പോൾ, അവനിൽ മാത്രമാണ് എൻ്റെ ജീവന്റെ അധികാരം എന്ന് അന്തരംഗം മന്ത്രിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിസ്സഹായ അവസ്ഥ നമുക്ക് ബോധ്യപ്പെടും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യവും 11-ാം വാക്യവും ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കായിട്ട് തരുന്നുണ്ട്. ക്രൂശീകരണത്തിലേക്ക് നീ നടന്നെടുക്കുന്നു, നിന്റെ നിസ്സഹായ അവസ്ഥ നിനക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിനക്കായിട്ട് രക്ഷയെ നൽകിയ ആ ക്രൂശ് മരണത്തോട് നീ അനുരൂപപ്പെടണം. കർത്താവിന്റെ ക്രൂശിനോട് നീ താതാത്മ്യപ്പെടണം. 2, പുനരുത്ഥാനത്തിന്റെ ശക്തി തിരിച്ചറിയണം. 3, അവന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ ആചരിക്കണം. ഈ ഒരു ആഴ്ചവട്ടക്കാലം നമ്മുടെ മനസ്സിലേക്ക് ചില കഥാപാത്രങ്ങൾ വന്നു ചേരാനുണ്ട്. അതാരൊക്കെയാണെന്നറിയാമോ? യേശുക്രിസ്തുവിനെ പഴിചാരിയിട്ടുള്ളവര്, യേശുക്രിസ്തുവിനെ ക്രൂശന്മേൽ വധിച്ചിട്ടുള്ളവര്, യേശുക്രിസ്തുവിൻ്റെ മേൽ മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിപ്പിച്ചിട്ടുള്ളവർ, അണിഞ്ഞിട്ടുള്ളവർ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വിമർശനത്തിന്റെ ചില കഥാപാത്രങ്ങളാണ്. ആദ്യമായിട്ട് ഓരോ കഷ്ടാനുവാഴ്ചയും യൂദായെ എന്തെല്ലാം പറയാമോ അങ്ങനെയൊക്കെ നമ്മൾ പറയും. ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി എൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത യൂദ. രണ്ടാമതായിട്ട് നമ്മൾ പീലാത്തോസിനെ കുറിച്ച് പറയും. റോമ ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് വന്ന് കോടതി മുമ്പാകെ കുറ്റമില്ലാത്തവൻ എന്ന് തെളിയിച്ചിട്ടും പുരുഷാരത്തിന്റെ നടുവിലേക്ക് വിധിക്കാനായിട്ട്, കൊലയ്ക്കായിട്ട് വിട്ടുകൊടുത്ത പീലാത്തോസ്. വീണ്ടും ന്യായാധിപ സംഘം, സന്നിധി സംഘം, ശാസ്ത്രിമാര്, മൂപ്പന്മാര്, പുരോഹിതന്മാരൊക്കെയും അതിൽ അംഗങ്ങളാണ് എങ്കിൽ പോലും എന്താണ് കുറ്റം, എവിടെയാണ് നീതി? ഇതാണ് അവരുടെ മുമ്പിലുള്ള സന്നിധി സംഘത്തിന്റെ ചുമതല. കുറ്റക്കാരെ ശിക്ഷിക്കുക, നീതിമാനെ വെറുതെ വിടുക. പക്ഷെങ്കിൽ അവർക്ക് പോലും ഒന്നും കഴിഞ്ഞില്ല. സന്നിധി സംഘത്തെ കുറ്റപ്പെടുത്തുന്നു. വീണ്ടും മതപ്രമാണികള്, പൂജാരികളായിട്ട് മാറുന്ന മതപ്രമാണികള് എന്ത്? യേശുക്രിസ്തു അവരെ വിമർശിച്ചു. കപടഭക്തി വേഷധാരികളെ. അവർക്കും സഹിച്ചില്ല. അവരും ക്രൂശിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നു. പട്ടാളവും സേവകരും വീണ്ടും അവരും മറക്കുന്നില്ല. മുൾക്കിരീടം ധരിപ്പിക്കുവാൻ, ചട്ടവാർ എടുത്തടിക്കാൻ, മുഖത്ത് തുപ്പുവാൻ മറന്നുപോകുന്നില്ല. അതുകൊണ്ട് വിമർശനത്തിന്റെ കഥാപാത്രങ്ങളായിട്ട് അവരും വന്നു ചേരുകയാണ്. അവസാനം 6ാമത് പുരുഷാരം, ബറബാസിനെ വിട്ടുതരിക, ബറബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്കുക. പുരുഷാരത്തെയും വെറുതെ വിടുന്നില്ല. ഇതാണോ ഹാശാഴ്ചയിലെ നമ്മുടെ ആത്മീയത? എല്ലാവരെയും വിമർശിക്കുമ്പോഴും, ആരെയൊക്കെയോ വിധി ചാരുമ്പോഴും, പ്രിയമുള്ളവരെ, യെശയ്യാപ്രവചനം 53-ാം അധ്യായം 6-ാം വാക്യം, ആടുകളെ പോലെ നമ്മളും തെറ്റിപ്പോയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം നിമിത്തം അവന്റെ മേൽ അകൃത്യത്തെ ചുമത്തി. എന്താണ്? ഇവരൊക്കെയും ഒരു കാലഘട്ടത്തിലെ കുറ്റക്കാരാണെങ്കിൽ, സമകാലീനിക സംഭവങ്ങളിൽ യേശുക്രിസ്തുവിനെ ആരാധനയിലൂടെ, ആമപ്രാർത്ഥനയിലൂടെ പുനരവതരിക്കുമ്പോൾ, പുനരാവിഷ്കരിക്കുമ്പോൾ എന്നെ വിമർശിക്കാനായിട്ടുള്ള സമയമാണ്. ആത്മവിമർശനത്തിനുള്ള സാഹചര്യമാണ്. എന്ന് പറഞ്ഞാൽ ക്രൂശ് മരണം ഈ അനുഷ്ഠാനങ്ങളിലൂടെ
ലോകത്തിന്റെ പ്രകാശമായി ഞാൻ മാറ്റുമ്പോൾ ആത്മവിമർശനത്തിലൂടെ ക്രൂശൻ ചുവട്ടിലേക്ക് നടന്നെടുക്കുവാനായിട്ട് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കി വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളവര് വീണ്ടും വഴിമാറി സഞ്ചരിച്ചാൽ അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും ലോകത്തിന് അപവാദം വരുത്തുന്നവരും ആകയാൽ ഒരിക്കലും അവരെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളതല്ല. എന്താണ് ഇവിടെ പറയുന്നത്? പ്രിയമുള്ളവരെ, എൻ്റെ പാപം കൊണ്ട്, എൻ്റെ തെറ്റുകുറ്റങ്ങളുടെ ആവർത്തനം കൊണ്ട് വീണ്ടും യേശുക്രിസ്തുവിനെ ഈ സമകാലീന സംഭവങ്ങൾ കൊണ്ട് ഞാൻ ക്രൂശിക്കുന്നുവെങ്കിൽ എന്താണ് നിന്റെ മാനസാന്തരം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കർത്താവിൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യ ജീവിതം നയിക്കാനായിട്ട് നിനക്ക് എങ്ങനെയാണ് സാധ്യതമായി തീരുക? ദൈവപുത്രൻ എന്ന് സാക്ഷിക്കുമ്പോഴും നമ്മുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. വൈദ്യശാസ്ത്രത്തിൽ ഒരു മനുഷ്യന്റെ വിവരണം പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 204 അസ്ഥികൾ ഒരു മനുഷ്യ ശരീരത്തിലുണ്ടോ? ഒരസ്ഥി ഒരസ്ഥിയോട് ചേർന്ന് നിൽക്കുന്നില്ല. ശരീരത്തിലെ രക്തധമനികൾ 50,000 മൈലുകൾക്കപ്പുറം നീളമുണ്ട്. ഒരു ദിവസം 1,00,000 പ്രാവശ്യം എൻ്റെ ഹൃദയം, എൻ്റെ നെഞ്ചിടിപ്പുണ്ട്. ഇതെല്ലാം വൈദ്യശാസ്ത്രം തരുന്ന കണക്കാണെങ്കിൽ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നില്ലേ? കർത്താവേ, ഈ ക്രൂശൻ ചുവട്ടിൽ ഞാൻ നിസ്സഹായനാണ്, ക്രൂശദിനിൽ ഞാൻ നിസ്സഹായനാണ്. എൻ്റെ ജീവിതം ഒരു ബലി പോലെ ഈ ശുശ്രൂഷയെങ്കിൽ സമർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത്, ക്രൂശിൻ്റെ വിളി വെല്ലുവിളി പോലെ സ്വീകരിപ്പാനായിട്ട് കഴിയുമോ? ക്രൂശിൻ്റെ വിളി വെല്ലുവിളിയായിട്ട് സ്വീകരിക്കും. ഒന്നാമത്തെ വിളി, എ കോൾ ടു അക്നോളജ് ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് സാക്ഷിക്കുമെങ്കിൽ മനുഷ്യ, നിന്നിലെ നിസ്സഹായ അവസ്ഥ കൂടി നീ തിരിച്ചറിയണം. ഇന്ന് പണം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്, ഒരുവന്റെ പിശുക്കും കൂടി വർദ്ധിച്ചു. കുഞ്ഞുങ്ങളൊക്കെയും ജോലിസ്ഥലത്തായി അതിരുവിട്ട സ്വാർത്ഥങ്ങൾക്ക് ഉടമകളായി. വിദ്യാഭ്യാസ സമ്പന്നതകൾ പ്രാപിപ്പാനായിട്ട് കലാലയ വേദികൾ ഉണർന്നിരിക്കുന്നു. പക്ഷെങ്കിൽ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്റെ സംസ്കാരം നീ മാറ്റിയിരിക്കുന്നു. എവിടെയൊക്കെയോ നിന്നിലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഏതുമില്ല, ഒന്നുമില്ല, മനുഷ്യജീവിതം നിഴൽ പോലെയാണ്, കർത്താവിനാൽ കൃപയാൽ ലഭിച്ചിട്ടുള്ളതാണെന്നുള്ള അവബോധം ഈ ആഴ്ച നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഒന്നാമത്തെ വിളി വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാം. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളും ഏറ്റുപറയുന്നു, ഈ ജീവിതത്തിങ്കൽ നിന്നുകൊണ്ട് ഞങ്ങളും ഏറ്റുപറയുന്നു, നീ എന്നെ രക്ഷിക്കാൻ, എൻ്റെ പാപത്തിൽ നിന്നെ വിടർത്തുവാൻ, എൻ്റെ തെറ്റുകുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ നീ ക്രൂശിൽ എനിക്കായിട്ട് പെടഞ്ഞ് പ്രാണൻ വെടിഞ്ഞ എൻ്റെ ദൈവപുത്രനാണ്. രക്ഷയുടെ അനുഭവത്തിൽ ഞാൻ നിലനിൽക്കുവാൻ നീ എനിക്കായിട്ട് ജീവിതം നൽകിയവനാണ്. അതുകൊണ്ട് ഈ രക്ഷയുടെ പശ്ചാത്തലത്തിങ്കിൽ ഞാനും കൂടിച്ചേരുന്നു. ഈ രക്ഷാകരമായ പദ്ധതിയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണമേ. എൻ്റെ നിസ്സഹായാവസ്ഥകളെ ഞാൻ തിരിച്ചറിയുന്നു, ഈ വലതുഭാഗത്തെ കള്ളനെ പോലെ. എന്താ പറഞ്ഞത്? കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞില്ല. പിന്നീട് എന്താണ്? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ. ക്രൂശ് മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു. എന്ത്? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈ രാജ്യത്വത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ടുള്ള
പാത ഈ ആഴ്ചവട്ടക്കാലം നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. എനിക്കിനിയും ക്രൂശിൻ ചുവട്ടിലേക്ക് എത്ര ദൂരം കൂടിയുണ്ട്. ക്രൂശിനിൽ എത്തുവാൻ എനിക്ക് എത്ര സമയം കൂടി വേണം, എത്ര നിമിഷങ്ങൾ കൂടി വേണം. ദുഃഖവെള്ളിയാഴ്ച വന്നുയർന്ന് കുരിശ് കുമ്പിട്ട് ഇതാ ദൈവം പ്രസാദിച്ചു എന്നുള്ള ഒരു ആത്മീയ അന്വേഷണമല്ല, ഒരു ആധ്യാത്മികമായ സമർപ്പണമല്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. പിന്നെയോ ഈ രക്ഷാകരമായ പദ്ധതിയിൽ ഞാനും കൂടി ഉൾപ്പെടുന്നു. സഭയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നില്ല. സഭയിലൂടെ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ ഇന്നു മുതൽ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. ഈ വിശ്വാസ പോരാട്ടത്തിങ്കൽ കർത്താവിനോട് ചേരുന്നു, ഞാൻ തളർന്നു പോകുന്നില്ല. അതുകൊണ്ടല്ലേ പാടിയത് പാട്ടുകാരൻ, കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ഈ വിശ്വാസ പോരാട്ടത്തിങ്കൽ പ്രതിസന്ധികളും കഷ്ടതകളും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പാതി വഴിയിൽ തളർന്നു പോകാതെ രക്ഷാകരമായ പദ്ധതി സഭയിൽ തുടരുവാൻ ജീവിതം കർത്താവിനായിട്ട് വിട്ടുകൊടുക്കാം. കുരിശിന്റെ രണ്ടാമത്തെ വിളി, കുരിശ് നൽകുന്ന രണ്ടാമത്തെ ഒരു പാഠം, എ കോൾ ടു ആക്സെപ്റ്റ് ദ സഫറിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ സഹനത്തെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്ന ഒരു വിളിയാണ്. ഇതും ഒരു വലിയ വെല്ലുവിളി പോലെ പ്രിയമുള്ള ദൈവമക്കളെ സ്വീകരിപ്പാനായിട്ട് കഴിയണം. ഫിലിപ്പിയ ലേഖനം 1:29 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടി കഷ്ടത അനുഭവിപ്പാനും കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനോടുകൂടി കഷ്ടത അനുഭവിപ്പാനായിട്ടും കൂടി നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ജീവിതത്തിലെ ക്രൂശ് മാറിക്കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കാനായിട്ടുള്ള എൻ്റെ അവകാശം ഒരിക്കലും മറന്നു പോകരുത്. ഇത് പൗരസ്ത്യ സഭാ മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ആധ്യാത്മികതയിലെ ഈ തീർത്ഥയാത്രയിലെ ഒരു അവകാശമാണ്. ക്രൂശ് മാറിക്കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക, കഷ്ടതകളും നൊമ്പരങ്ങളും വേദനകളും മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുക. എന്നാൽ അതിനോടുകൂടി ഈ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കാനായിട്ടുള്ള എൻ്റെ അവകാശം, എനിക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരം ഒരിക്കലും പ്രിയമുള്ളവരെ മറന്നു പോകാനായിട്ട് പാടില്ല. എന്താണത് ആവർത്തിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കുക. പത്രോസ് ആദ്യമേ ദൈവപുത്രനെ സാക്ഷിച്ചു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണ്. പക്ഷെ സാക്ഷിച്ച പത്രോസ് തന്നെ, കർത്താവേ നിനക്കങ്ങനെ ഭാവിക്കരുതേ, ഈ കഷ്ടതയൊന്നും വേണ്ട, ഈ നൊമ്പരങ്ങളൊന്നും വേണ്ട. മനുഷ്യപുത്രൻ മരക്കുരിശന്മേൽ ഏൽപ്പിക്കപ്പെടാനായിട്ട് പോകുന്നു, കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെടാനായിട്ട് പോകുന്നു. മനുഷ്യപുത്രൻ കൊല്ലപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ ഉടനെ പത്രോസ് യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, കർത്താവേ നിനക്കങ്ങനെ ഭാവിക്കരുതേ. കർത്താവിൻ്റെ ക്രൂശിനോട് താതാത്മ്യപ്പെടുവാൻ, ക്രൂശിന്റെ വേദനയോട് ഒന്ന് ഏകീഭാവം പുലർത്തുവാൻ, കർത്താവ് ഈ വഴിയിൽ ഈ സഹനത്തെ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ശിഷ്യന്മാരും ഇത് സഹിക്കണമല്ലോ, ഈ ചാട്ടവാറടി ഏക്കണമോ, ഞങ്ങളും ഈ നൊമ്പരം സ്വീകരിക്കണമോ, ഞങ്ങളും ഈ വേദനയുടെ പാരമ്യത അഭിമുഖീകരിക്കേണ്ടി വരുമോ? അതുകൊണ്ട് പെട്ടെന്ന് പ്രധാനി ചാടിക്കേറി പറഞ്ഞു, കർത്താവേ നിനക്കങ്ങനെ ഭവിക്കരുതേ. ക്രൂശില്ലാതെ കിരീടമില്ല എന്ന ഓർമ്മപ്പെടുത്തലുകൾ സ്വീകരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ആഴ്ചയിൽ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് നിർത്തി നമ്മുടെ ജീവിതത്തെ വായിക്കുമ്പോൾ
ജീവിതത്തെ ഓർത്ത്, ജീവിതത്തിലെ നൊമ്പരങ്ങളെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത് ഇവിടെ കരയാത്തവരാരുമില്ല. കുരിശു മുത്തുമ്പോഴും, കുരിശു വഹിക്കുമ്പോഴും, കുരിശിനെ ധ്യാനിക്കുമ്പോഴും ഈ കണ്ണുനീര് കുരിശിൻ ചുവട്ടിൽ നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനോടുകൂടി ഒരു കാര്യം കൂടി ഓർത്തു വെക്കണം. ഈ ക്രൂശിൻ ചുവട്ടിൽ ഈ സഹനങ്ങളുമായിട്ട് വന്നുയർന്ന് നിൽക്കാനായിട്ട് ഒരവകാശം എനിക്കായിട്ട് സഭയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനായിട്ടുള്ള മനസ്സിൻ്റെ ഈ ശീലം സഹനശീലമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ? കഷ്ടതയ്ക്ക് പല നിറങ്ങളും പല രീതികളും ഇന്ന് നമ്മൾ കൊടുക്കുന്നവരാണ്. ചിലർ പറയും വരുത്തിവെച്ച കഷ്ടത, വന്നിയർന്ന വേദന. എന്താണ് വരുത്തിവെച്ച കഷ്ടത? പാപം നിമിത്തം ജീവിതത്തിൽ നൊമ്പരങ്ങളായി, വേദനകളായി, രോഗങ്ങളായി ഏറ്റെടുത്തിട്ടുള്ള ചില കഷ്ടതകളാണോ? 33 വയസ്സുള്ള ഒരു മകൻ ഇപ്രകാരം ജീവിതത്തിൻ്റെ അത്യാസന്ന നിലയിൽ മദ്യപിച്ച് ജീവിതമെല്ലാം നശിപ്പിച്ചു. അവന് തന്നെ ഒരു ഉത്ബോധ്യം, എൻ്റെ ജീവിതം തീരാറായി. ആ നിമിഷങ്ങളിൽ പറയുകയാണ്, പ്രാർത്ഥിക്കാൻ ചെന്ന വികാരിയച്ഛൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഇനി എനിക്കൊരു ജീവിതം കൂടി കിട്ടുമോ? എന്തിനാണ് ഞാൻ ഈ വേദന സഹിക്കുന്നത്? എനിക്ക് ഏറെക്കാലം കൂടെ ജീവിക്കാനായിട്ട് കഴിയുമോ? പറഞ്ഞു വികാരിയച്ഛൻ, കഴിയുകയില്ല. നീ നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു, നീ നിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി. ക്രൂശിൻ ചുവട്ടിലെ നിന്റെ അംഗീകാരത്തെക്കുറിച്ച് കാലഘട്ടത്തിലെ ഹാസ്യാഴ്ച പ്രാർത്ഥനയിൽ എപ്പോഴും എങ്കിലും നീ ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയില്ലായിരുന്നു. രക്ഷാകരമായ പദ്ധതിയിൽ നീ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന തോന്നലുള്ളവനായിരുന്നുവെങ്കിൽ നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയില്ലായിരുന്നു. ചില കഷ്ടതകൾ അനാവശ്യമായിട്ട് ഉള്ള ആകുലതകളിലൂടെയുള്ള കഷ്ടതയാണ്. ആദിയില്, വ്യാധിയില് അഭൂമീകരിക്കുന്ന കഷ്ടതകൾ അതിന്ന് ചില കുടുംബങ്ങളിൽ ഏറെയുണ്ട്. ചില വ്യക്തി ജീവിതങ്ങളിൽ ഏറെയാണ് ഇങ്ങനെയുള്ള സഹനം. ഒരു പോരാട്ടമായിട്ട് ജീവിതത്തെ കാണുക. അവരായിരിക്കും ഒരുപക്ഷെ പാടുന്നത്, കർത്തനെ എത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി, ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ, ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. മൂന്നാമത്തെ കഷ്ടത, പാപിനിയായ സ്ത്രീ 1 വർഷത്തെ തൻ്റെ അധ്വാനത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും കൊണ്ടുവന്ന് ശീമോന്റെ ഭവനത്തിങ്കൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് യേശുക്രിസ്തുവിൻ്റെ കാല് കഴുകാനായിട്ട് സമർപ്പിക്കുന്ന തൈലം, അതിൻ്റെ ചെലവ്, അതിൻ്റെ ആ ആയാസം, ആ പാപിനിയായ സ്ത്രീക്ക് ആ ആയാസം ആശ്വാസമായിട്ട് മാറി. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, എൻ്റെ ക്രൂശ് മരണത്തിന് വേണ്ടി, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി മുമ്പ് കൂട്ടി അവൾ തൈലം തേച്ചു. ഏറ്റെടുക്കുന്ന കഷ്ടതയുടെ മറ്റൊരു ഭാവമാണ്. എന്നാൽ അവസാനമായിട്ട് പാപികൾക്ക് വേണ്ടി നീതിമാൻ ഏറ്റെടുത്ത കഷ്ടത, അതാണ് ക്രൂശിൻ്റെ കഷ്ടത. അതേറ്റെടുക്കാൻ കുറുക്കു വഴികളില്ല. അതേറ്റെടുക്കാൻ കുരിശിൻ്റെ ചുവട്ടിൽ വന്നു ചേരുകയുള്ളൂ നിവർത്തി. ആ കുരിശിൻ ചുവട്ടിൽ എപ്പോഴും ഒരാൾ കാണും, പരിശുദ്ധ ദൈവമാതാവ്. കുരിശിൻ ചുവട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ നമ്മോട് ദൈവമാതാവ് ചൊല്ലിത്തരുന്നുണ്ട്, ഐ ആം ഹിയർ, ഞാൻ ഇവിടെയുണ്ട്. ഈ കഷ്ടത ഞാൻ മുമ്പേ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. എനിക്കത് നഷ്ടമല്ലായിരുന്നു, കഷ്ടമല്ലായിരുന്നു, നാശമല്ലായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിക്കുക, കർത്താവേ, ഈ സഹനത്തോട് സമരസപ്പെടുവാനായിട്ടുള്ള വെല്ലുവിളിയായിട്ട് ഞാൻ എങ്ങനെ ഇതിനെ
കാണും, കൈകാര്യം ചെയ്യും. നമ്മൾ പാടുന്നുണ്ട്, ബ്രിക്കുമോർ ഹാശോ ദഹവഹുലോഫാൻ ബ്രിക്കുമോർ മുക്കോക്കോ ദുമെതുലോസാൻ. എന്താണ്? ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ, താഴ്ചകളേറ്റം ധന്യനാഥ. കൗമ പ്രാർത്ഥനയുടെ ആരംഭത്തെങ്കിൽ ഇങ്ങനെ ചൊല്ലും, ബ്രിക്ക് മൂക്കോക്കോ തകലുഫാൻ. അവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സുറിയാനി പദമുണ്ട്, മൂക്കോക്കോ എന്ന് പറഞ്ഞാൽ താഴ്മയല്ല, താഴാതിരിക്കൽ. കുരിശിൽ നിന്ന് നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞപ്പോൾ ഇടതുഭാഗത്തെ കള്ളന് മുമ്പിൽ താഴ്ന്നു കൊടുത്തില്ല. താഴാതിരിക്കൽ, പരിഹാസം. ഈ സഹനത്തിൽ പരിഹാസമുണ്ട്, ഈ കഷ്ടതയിൽ ആക്ഷേപമുണ്ട്, ഈ ക്രൂശിങ്കൽ അനേകരുടെ മുറവിളിയുണ്ട്, ഇവനെ ക്രൂശിക്കുക. ഇതൊക്കെയും ഏറ്റെടുക്കാനായിട്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനകളിൽ കോംപ്രമൈസ് ഇല്ല, ജീവിതത്തിന്റെ സമർപ്പണങ്ങളിൽ കോംപ്രമൈസ് ഇല്ല, ആശാഴ്ച ശുശ്രൂഷ രീതികളിൽ കോംപ്രമൈസ് ഇല്ല. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, എന്ത്? നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. ഈ സഹനമൊന്നും വേണ്ട, ഈ കഷ്ടതയൊന്നും വേണ്ട. പിതാവാം ദൈവം എന്തിനാണ് എന്നെ അയച്ചിട്ടുള്ളത്? സൃഷ്ടി പ്രപഞ്ചത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച് വഴി വാതിൽ അവരുടെ മുമ്പിൽ രക്ഷാകരമായ അനുഭവമായിട്ട് തുറന്നു കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഈ രക്ഷാകരമായ അനുഭവം ഞാനും നിങ്ങളുമൊക്കെയും ക്രിസ്തുവിൽ ജീവിച്ച് തുടരുമ്പോൾ ഈ സഹനത്തിന്റെ മുമ്പിൽ കുറുക്കു വഴികളില്ല. ക്രിസ്തുവിന്റെ സഹനവുമായിട്ട് സമരസപ്പെടുമ്പോൾ, താതാത്മ്യപ്പെടുമ്പോൾ കുറുക്കു വഴികളിലൂടെ ഈ രക്ഷാകരമായ ശുശ്രൂഷ നിറവേറ്റപ്പെടാനായിട്ട് കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ഹാശാഴ്ച ശുശ്രൂഷയിൽ ദുഃഖവെള്ളിയാഴ്ച മാത്രം വന്നുയർന്ന് ഈ രക്ഷാകരമായ പദ്ധതിയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ എന്ത് ആത്മീയത, എന്ത് ആത്മീയ ജീവിതം ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഈ ക്രൂശാരോഹണം ഒരുപാട് നന്മകൾ നിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ലേ? ഓരോ കാലവും, ഓരോ കാലഘട്ടവും, ഓരോ ആശാഴ്ച നിന്റെ മുമ്പിൽ നന്മകൾ മാത്രമല്ലേ ഈ ശുശ്രൂഷ വഴിയായിട്ട് നൽകിയിട്ടുള്ളൂ? ക്രൂശാരോഹണത്തിന്റെ ദിവസം തന്നെ എത്ര നന്മകള്! പീലാത്തോസും ഹെരോദാവും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. ശത്രുക്കൾ മാറിപ്പോയി. എന്താണ്? അവര് സ്നേഹിതന്മാരായി തീർന്നു. ക്രൂശാരോഹണത്തിങ്കിലേക്ക്, ക്രൂശ് മരണത്തിങ്കിലേക്ക് നടന്നെടുക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവിതത്തിങ്കിൽ അസൂയയില്ല, അഹങ്കാരമില്ല, ദ്വന്ദ്വപക്ഷമില്ല. എൻ്റെ ജീവിതത്തിങ്കിൽ എന്താണ്? വെറുപ്പില്ല, ശത്രുതയില്ല, വിദ്വേഷമില്ല. എല്ലാം ഞാൻ മാറ്റിയിരിക്കുന്നു, എല്ലാം ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ ഇറക്കി വെക്കുന്നു. ഈ സഹനത്തെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ക്രൂശാരോഹണത്തിന്റെ പ്രതിഫലമായി എന്ത്? ക്രൂശ് മരണത്തിന്റെ അനന്തരഫലമായിട്ട് യഹൂദനും പുറജാതിയും തമ്മിൽ ഒന്നായി തീർന്നു. യഹൂദനും പുറജാതിയും തമ്മിൽ ഒന്നായി തീർന്നു എന്ന് പറഞ്ഞാൽ വേർപാടിന്റെ നടിച്ചുവർ എന്നേക്ക് മാറ്റിക്കളഞ്ഞു. ക്രിസ്തുവിലുള്ള ഐക്യം പരിപോഷിപ്പിക്കപ്പെട്ടു. വീണ്ടും കാണുന്നില്ല, തടവുകാരന് വിടുതൽ ലഭിച്ചു. തടവുകാരന് വിടുതൽ ലഭിച്ചു. ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയുകയാണ്, നീ രോഗത്തിന്റെ ബന്ധനത്തിലായിരിക്കാം, നീ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ ആ വലിയ കെട്ടുപാടുകളിലായിരിക്കാം, നീ നിന്റെ ജീവിതത്തിൽ വേദനകളുടെ വലിയ ബന്ധനത്തിലായിരിക്കാം. ഒന്ന് അഴിക്കപ്പെടേണ്ടേ, തലമുറകൾക്കൊരു അനുഗ്രഹമായിട്ട് നിലനിൽക്കണ്ടേ. ഒരു നാൾ ഈ ബന്ധനത്തെ അഴിച്ചുവെങ്കിൽ നിന്റെ ജീവിതത്തിലും ഈ ബന്ധനത്തെ അഴിക്കാനായിട്ട് കർത്താവ് ഈ ക്രൂശ് മരണത്തിലൂടെ, ഈ അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ ആഗ്രഹിക്കുകയാണ്. വീണ്ടും വലതുഭാഗത്തെ കള്ളന് പറുദീസ കിട്ടി. കർത്താവേ, എന്നെ കാത്തിരിക്കുന്ന ഒരു നിത്യത, നിത്യാനന്ദം, ക്രൂശിൻ ചുവട്ടിൽ ഈ സഹനങ്ങളുമായിട്ട് താതാത്മ്യപ്പെടുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗരാജ്യം വേദനയിൽ കിടന്ന് പൊളയുമ്പോഴും തിരിച്ചറിയണം. ഇങ്ങനെ വീണ്ടും വായിക്കുന്നുണ്ട്, പടയാളികൾക്ക് യേശുക്രിസ്തുവിന്റെ പുറംകുപ്പായം, മാമുദീസായിൽ നഷ്ടപ്പെടുത്തിയ നിന്റെ തേജസ്സിന്റെ വസ്ത്രത്തെ കർത്താവ് വീണ്ടും തരാൻ തയ്യാറാണ്. നിന്റെ ജീവിതം അതിനായിട്ട് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ?
പരദേശിക്ക് യെരുശലേമിൽ ഒരു കല്ലറ, തിരശ്ശീലയ്ക്കപ്പുറത്ത് ഒരു ജീവിതം നിനക്കായിട്ട്. നീ ഈ ലോകത്തിൽ പരദേശിയാണ്, തിരശ്ശീലയ്ക്കപ്പുറത്ത് നിന്റെ ജീവിതത്തിൽ ഒരു ജീവിതം ഉണ്ടെന്ന് ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. ക്രൂശ് മരണം നിനക്ക് നന്മയെ തന്നിട്ടുള്ളൂ. ഓരോ കഷ്ടാനുഭാഴ്ചയും പീഡാനുഭാഴ്ചയും നിനക്ക് നന്മയാണ്, അനുഗ്രഹമാണ്. പക്ഷെങ്കിൽ കുറുക്കുവഴികളില്ല. ഈ സഹനത്തോട് നീ സമരസപ്പെട്ടേ പറ്റൂ. ഈ പശ്ചാത്തലത്തിലെങ്കിലും ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ പറഞ്ഞു ആദ്യമേ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുവേൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ക്രൂശീകരണത്തിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് പറഞ്ഞത് എന്താണ്? ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. ഒരു ശിഷ്യൻ യേശു ക്രിസ്തുവിൽ എങ്ങനെയായിരിക്കണം? 3 കാര്യങ്ങൾ അടിവരയിട്ട് കമ്പിവാചകങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. ക്രൂശിന്റെ വിളിയെ വെല്ലുവിളി പോലെ നമ്മൾ ഏറ്റെടുത്തു. ഒന്നാമത്തെ വിളി ദൈവപുത്രൻ നിന്ന് സമ്മതിക്കേണ്ടുന്ന വിളിയായിരുന്നു. അതിനോടൊപ്പം തന്നെ നിന്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഒരു ബോധ്യം വേണം. രണ്ടാമത്തെ വിളി എ കോൾ ടു അക്സെപ്റ്റ് ദ സഫറിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടതയുമായിട്ട് താതാത്മ്യപ്പെടുവാനായിട്ടുള്ള വിളിയാണ്, വെല്ലുവിളിയാണ്. കുരിശ് മാറിക്കെട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും തലമുറകൾക്ക് കൊടുക്കേണ്ടുന്ന സാക്ഷ്യവും സന്ദേശവും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാനായിട്ടുള്ള അവകാശം മകനെ മകളെ നീ മറന്നു പോകരുത്. ഇളം തലമുറ ഇവിടെ കുറവാണ്. ഇരുത്തം വന്ന തലമുറ എന്ന് പറഞ്ഞാൽ മുതിർന്നവരേറെയുണ്ട്. നിങ്ങൾ പഠിച്ചതും കൈവരിച്ചതും കൈക്കൊണ്ടതും എന്താണ്? മാതാപിതാക്കളിൽ നിന്ന് പൂർവ്വസൂരികളിൽ നിങ്ങൾ സ്വീകരിച്ചതും ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാനായിട്ടുള്ള നിങ്ങളുടെ അവകാശമായിരുന്നുവെങ്കിൽ, നിൽക്കുന്നത് നിങ്ങൾ അവകാശമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളോട്, ഇളം തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന മക്കളെ, വേദനകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം. അത് മാറിക്കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചു. കുറുക്കുവഴികളെ സ്വീകരിക്കേണ്ട. പക്ഷെങ്കിൽ ആശാഴ്ച കുരിശിൻ ചുവട്ടിലേക്ക് നടന്നെടുക്കാനായിട്ടുള്ള, മന്നിയേരാനായിട്ടുള്ള നിന്റെ അവകാശം നീ മറന്ന് ജീവിക്കരുത്. ക്രൂശിനെ കാണാനായിട്ടുള്ള നിന്റെ അവകാശം നീ മറന്ന് ജീവിക്കരുത് എന്ന് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കും. ഈ വാക്യത്തിൽ കാണുന്ന 3 സന്ദേശങ്ങൾ കൂടി പാടുന്നുണ്ടല്ലോ ക്രൂശിന്റെ വിളി കേൾക്കുന്നവര്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. നിന്റെ പണമോ, നിന്റെ സമ്പാദ്യമോ, നിന്റെ കുലമഹിമയോ, നിന്റെ വിദ്യാഭ്യാസമോ ഒന്നും തമ്പുരാന് വേണ്ട. നിന്റെ ജീവിതം ഈ ക്രൂശിങ്കിലേക്ക് സമർപ്പിക്കാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് പറയുന്നത്. ഒരുവൻ എൻ്റെ പിന്നാലെ ഈ ക്രൂശിങ്കിലേക്ക് വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ 3 കാര്യങ്ങൾ ഒരു ശിഷ്യനുണ്ടാകണം. ഒന്ന്, എ ഡിസൈപ്പിൾ ഹാസ് ടു ഡിനൈ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ആ ശിഷ്യൻ പരിത്യജിക്കണം എല്ലാം. ജീവിതം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ സ്വാർത്ഥതയ്ക്ക് മങ്ങലേൽക്കും. പിന്നീട് ക്രിസ്തു ലോകത്തിലായിരിക്കാം നീ ജീവിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ മാധ്യമ ലോകം നിന്നെ മഹാനെന്ന് എണ്ണുമ്പോഴും സ്വയം വിമർശനത്തോടുകൂടി നീ ഏതുമില്ല, ഒന്നുമില്ല എന്ന് ചിന്തിച്ച് ക്രൂശിങ്കൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീ തരുന്ന വിലയാണ് എനിക്ക് ശ്രേഷ്ഠം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ എന്നെ മാന്യനായിട്ടെണ്ണി, ആരും തരാത്ത വില നീ എനിക്ക് തന്നു. ക്രൂശിങ്കൽ എൻ്റെ വില, എൻ്റെ നില തിരിച്ചറിയാനായിട്ട്, എൻ്റെ ജീവിതം വിട്ടുകൊടുക്കാനായിട്ട് പ്രിയമുള്ളവരെ കഴിയുമോ? യഹൂദമത സംസ്കാരങ്ങളിൽ ഗുരുവിനെ ശിഷ്യന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, നിർബന്ധങ്ങളില്ല.
ശാഠ്യങ്ങളില്ല. ഈ ഗുരുവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. വരുവാൻ ഇച്ഛിച്ചാൽ ഒന്ന് എന്താണ്? തന്നെത്താൻ ത്യജിക്കണം. കർത്താവേ, ഇന്ന് വരെ ഞാൻ എൻ്റെ വഴിയെ നടന്നു. ഇന്നു മുതൽ ഒന്ന് ചുവടുമാറി ചിന്തിക്കുവാൻ, വഴിമാറി യാത്ര ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:22, 23, 24 വാക്യങ്ങളിൽ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവേൻ. എന്താണ്? മുമ്പിലത്തെ നടപ്പ് ദോഷങ്ങളും എല്ലാം ഒന്ന് ഉപേക്ഷിക്കുക. കാരണം ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അവരുടെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കണം. ക്രൂസിഫൈ ദ കാർണൽ മാൻ ഇൻ യു. ജഡമോഹങ്ങളെ ക്രൂശിച്ച് സ്വയത്തെ ഇല്ലാതാക്കി ക്രൂശിങ്കിലേക്ക്, യേശുനാഥനിലേക്ക് നിന്റെ ജീവിതം വിട്ടുകൊടുക്കാനായിട്ടാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ശിഷ്യന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഇതായിരിക്കണം. രണ്ടാമത് ശിഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, എ ഡിസൈപ്പിൾ ഹാസ് ടു ടേക്ക് ഹിസ് ക്രോസ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കണം. എൻ്റെ അച്ഛൻ, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് ക്രൂശ് മാറണമെന്നുള്ള, കഷ്ടത ഇല്ലാതായി പോകണം. ആഴ്ച അതിനുവേണ്ടി ഞങ്ങൾ നേർച്ചയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഒന്ന് ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ വിധി കൽപ്പിച്ച ഒരു സ്ഥലം, വിധി നടപ്പിലാക്കുന്ന ഒരു സ്ഥലം, അതിനു മുമ്പായിട്ടല്ലേ ഈ ഒരു പ്രസ്താവന? ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അവിടെ വിജയിച്ചത് കൊറേനേക്കാരനായ ശീമോൻ മാത്രമാണോ? വിധി പറഞ്ഞ സ്ഥലം മുതൽ, പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറി വരെ വിജയിച്ചത് വഴിത്താരയിൽ ഈ കൊറേനേക്കാരനായ ശീമോൻ മാത്രമോ? ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന കുരിശുകള് ഒരുപക്ഷെ ക്രിസ്തുവിന് വേണ്ടി ഉള്ളതാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നതാണെങ്കിൽ, പ്രിയമുള്ള ദൈവമക്കളെ തിരിച്ചറിയുക, ആ ശിഷ്യനാകാനായിട്ടുള്ള രണ്ടാമത്തെ യോഗ്യത എനിക്ക് ലഭിച്ചു, ഒരവകാശമായി എനിക്ക് കിട്ടി. ആ ക്രൂശിനെ ഞാൻ വഹിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്, എ ഡിസൈപ്പിൾ ഹാസ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്. സുവിശേഷത്തിൽ 90-ൽ പരം തവണ അനുഗമിക്കുക എപ്പോഴാണെന്ന് ഇവിടെ പറയുന്നു. എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ നാൾ തോറും ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആഴ്ച കൊണ്ട് തീരുകയല്ല ഈ ആത്മീയ ജീവിതം. ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ ലോകത്തിന് കൊടുക്കുവാൻ, ഒരു പുതിയ ലോകം സംസ്ഥാപിക്കുവാൻ, ജീവിതം ബലിവേദിയിൽ നേർച്ചയായി, കാഴ്ചയായി വിട്ടുകൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ കഴിയുമോ പ്രിയമുള്ളവരെ? പീലാത്തോസ് ധൂമ്രവസ്ത്രവും മുൾക്കിരീടവും അണിഞ്ഞു വരുന്ന ക്രിസ്തുവിനെ നോക്കി പറഞ്ഞു, ബിഹോൾഡ് ദ മാൻ. ഇതാ ഒരു മനുഷ്യൻ, ഇതാ ഒരു മനുഷ്യൻ. ഈ ക്രൂശ് മരണത്തിലൂടെ, ഉയർപ്പിലൂടെ ലോകം എന്നെക്കുറിച്ച് സാക്ഷിക്കുവോ? മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ, ദൈവസാദൃശ്യത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ദൈവസ്വരൂപത്തിലേക്ക് തിരിച്ചു വന്ന ഒരു മനുഷ്യൻ, ശിഷ്യത്വത്തിന്റെ വില ഏറ്റെടുക്കാൻ, ജീവിതം മറുവിലയായിട്ട് കൊടുക്കുവാൻ തയ്യാറാവുമ്പോൾ മനുഷ്യനിലെ മനുഷ്യത്വം, പ്രിയമുള്ളവരെ, വീണ്ടെടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കും. പറഞ്ഞവസാനിപ്പിക്കട്ടെ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും നിസ്സഹായ അവസ്ഥയും. വിശ്വാസ പ്രഖ്യാപനത്തിങ്കൽ സൂചിപ്പിച്ചു, നീ ദൈവപുത്രനാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെ. എന്നാൽ പത്രോസ് തൻ്റെ നിസ്സഹായ അവസ്ഥ മറന്നുപോയി. എന്നാൽ വലതുഭാഗത്തെ കള്ളൻ എന്ത്? കർത്താവേ, നീയാണ് എന്നെ രക്ഷിക്കാനായിട്ട്, നിനക്ക് മാത്രമേ കഴിയുള്ളൂ. രക്ഷാകരമായ പദ്ധതിയിൽ എന്നെ നിസ്സഹായ അവസ്ഥ എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. രണ്ടാമതായിട്ട് കുരിശിന്റെ രണ്ടാമത്തെ വിളി, ക്രൂശിനോട് ചേർന്ന് നിന്ന് ക്രൂശിന്റെ കഷ്ടത അനുഭവിപ്പാനായിട്ടുള്ള വിളിയാണ്. ഈ വിളിയെ വെല്ലുവിളി പോലെ സ്വീകരിക്കുമ്പോൾ ഒരു ശിഷ്യൻ 3 കാര്യങ്ങൾ. ഒന്ന്, സ്വയം ത്യജിക്കുക.
2 ക്രൂശ് ഏറ്റെടുക്കുക. 3 നാൾ തോറും അവനെ അനുഗമിക്കും. മനുഷ്യത്വം വീണ്ടെടുത്ത് മനുഷ്യനായി ജീവിച്ച് അനേകർക്ക് സാക്ഷിയുള്ള മകനായി മകളായി നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.